ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ടെക് ടോക്സ്. ഇന്ന് നമുക്ക് ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് മറ്റൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായമില്ലാതെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതും ഡുവൽ ബൂട്ടബിൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സാധാരണ എല്ലാവരും ബൂട്ടബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് റൂഫസോ അങ്ങനെ എന്തെങ്കിലും സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നുണ്ടാകും. സിമ്പിളാണ്, വളരെ ജസ്റ്റ് നമ്മൾ ISO ഫയലിൻ്റെ പാത്ത് കാണിച്ചു കൊടുത്ത് ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ബൂട്ടബിൾ ആകുകയും ചെയ്യും. പക്ഷേ ഒന്നും സങ്കല്പിക്കുക, നമുക്ക് നമ്മുടെ കയ്യിൽ ഇൻ്റർനെറ്റ് ഇല്ല, റൂഫസും ഇല്ല എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ആ ബൂട്ടബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറും ഇല്ല. നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. കുറേ പേര് ചെയ്യുന്നുണ്ടാവും, അറിയാത്തവർക്കായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അതിന് ആദ്യം നമുക്ക് റണ്ണിൽ ഡിസ്ക് പാർട്ടീഷൻ അടിച്ചു കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഡിസ്ക് പാർട്ടീഷൻ ഇതിൽ ബൂട്ടബിൾ ആക്കാനുള്ള പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ ഡിസ്ക് കണക്ട് ചെയ്തെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ലിസ്റ്റ് ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്ത് ലിസ്റ്റ് സ്പേസ് ഡിസ്ക് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത ഡിസ്കുകൾ കാണാം. ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻറ്റർണൽ ഹാർഡ് ഡിസ്ക് ആണ്. രണ്ടാമത്തെയാണ് നമ്മുടെ പെൻ ഡ്രൈവിൻ്റെ സൈസ് 29 GB, അതായത് 32 GB പെൻ ഡ്രൈവ് ആണ്. 29 GB നമുക്ക് കാണിക്കുന്നത്. നമുക്ക് ആ പെൻ ഡ്രൈവ് നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം. അതിന് സെലക്ടിന് പകരം സെലക്ട് എന്ന് അടിച്ചാൽ ESCയിൽ അടിച്ചാലും മതി. സെലക്ട് ഡിസ്ക് 1, ഡിസ്ക് നമ്പർ 1 എന്നിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പെൻ ഡ്രൈവ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെൻ ഡ്രൈവിൻ്റെ പാർട്ടീഷൻ ടേബിൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഈ പാർട്ടീഷൻ നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഡിസ്ക് 1 എന്ന് പറഞ്ഞാൽ ഏതാണോ ആ ഡിസ്കിൻ്റെ പാർട്ടീഷൻ ടേബിൾ ക്ലിയർ ആവും. ഇനി നമുക്ക് ഇതൊരു പുതിയ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി. നമുക്ക് സൈസ് അറേഞ്ച് ചെയ്യാം. നമുക്കതിൽ 32 GB ആണ് ഈ പെൻഡ്രൈവിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു 10 GB കൊടുക്കാം അല്ലേ? വിൻഡോസിന് അത്രയൊക്കെ പോരെ. പ്രൈമറി സൈസ് ഈക്വൽ ടു 10,000 മെഗാബൈറ്റിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് 10,000 നോക്കാം, നമുക്ക് എൻ്റർ ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു 10 GB സൈസുള്ള ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഈ പാർട്ടീഷൻ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്യുമ്പോൾ FAT32 വേണം ഫോർമാറ്റ് ചെയ്യാനായിട്ട്. ഫോർമാറ്റ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് FS ഈക്വൽ ടു FAT32. നമുക്ക് ക്വിക്ക് പാർട്ടീഷൻ ചെയ്യാം, ക്വിക്കായിട്ട് ഫോർമാറ്റ് ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടീഷൻ ഫോർമാറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടീഷൻ ഫോർമാറ്റായി. ഇനി ഇതിൽ നമുക്ക് ആ പാർട്ടീഷൻ നമുക്ക് ആക്റ്റീവ് ആക്കാം. ആക്റ്റീവ് ആയിരുന്നതിന് മാത്രമേ ആ പെൻ ഡ്രൈവിൽ നിന്ന് ബൂട്ട് ആവുള്ളൂ, നമ്മൾ സാധാരണ മദർ ബോർഡിൽ നിന്ന്. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തു. ആ പാർട്ടീഷനിൽ FAT32 ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പെൻ ഡ്രൈവിൽ ബാക്കിയുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി പാർട്ടീഷനെ ക്രിയേറ്റ് ചെയ്യാം. ഈ പാർട്ടീഷനിൽ രണ്ടാമത്തെ പാർട്ടീഷനിൽ ഫുൾ സ്പേസ് ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം ഞാൻ വേറൊരു വോയിസ് ക്രിയേറ്റ് ചെയ്യാനോ നിൽക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഡാറ്റ കോപ്പി ചെയ്യണമെങ്കിലും ഈ ഒരു പാർട്ടീഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് എൻ്റർ ചെയ്യാം. ആ പാർട്ടീഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോർമാറ്റ് ചെയ്യാം. എൻ്റർ. ഓക്കെ, നമുക്ക് ഇതിന് എക്സിറ്റ് ചെയ്യാം. നമുക്കൊന്ന് റീകണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2 പാർട്ടീഷൻ, ഈ ഒരു പെൻ ഡ്രൈവിലുള്ള 2 പാർട്ടീഷനാണിത്. ഇനി നമുക്കിത് എങ്ങനെ ബൂട്ടബിൾ ആക്കാം എന്നുള്ളതാണ്. വളരെ ഈസിയാണ്. നമുക്ക് നമ്മുടെ വിൻഡോസിൻ്റെ ISO ഫയൽ നമുക്ക് ആദ്യം മൗണ്ട് ചെയ്യാം. വിൻഡോസിൻ്റെ ഫയൽ നമുക്ക് മൗണ്ട് ചെയ്യാം. വിൻഡോസ് 10 ലിനക്സിൻ്റെ 20.04 ആണ് ലേറ്റസ്റ്റ് നമുക്ക് ലിനക്സിൻ്റെ വേർഷൻ വരുന്നത്. അത് രണ്ടും കൂടി നമുക്ക് ഡുവൽ ബൂട്ടബിൾ ആക്കാം. ഓക്കെ, അപ്പോൾ വിൻഡോസ് നമുക്ക് ഇപ്പോൾ മൗണ്ട് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ലിനക്സും വേണമെങ്കിൽ മൗണ്ട് ചെയ്യാം. ഓക്കെ,
ubuntu. ഇത് നമ്മുടെ പെൻഡ്രൈവ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത 2 പാർട്ടീഷനാണ്. ഇത് ഉബുണ്ടുവിൻ്റെ ISO മൗണ്ട് ചെയ്തതും ഇത് വിൻഡോസിൻ്റെ മൗണ്ട് ചെയ്തതുമാണ്. അപ്പോൾ നമുക്ക് വിൻഡോസിൻ്റെ പാർട്ടീഷൻ, വിൻഡോസിൻ്റെ ഈ ISO ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ എല്ലാ ഫയൽസും കോപ്പി ചെയ്യാം. നമുക്ക് 32 ബിറ്റ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ x86 നമുക്ക് ഒഴിവാക്കാം. കാരണം ഈ പുതിയ സിസ്റ്റങ്ങളിലെല്ലാം നമ്മൾ 64 മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 32 ബിറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 32 ബിറ്റ് നമുക്കിവിടെ ഞാൻ ഇവിടെ ഒഴിവാക്കുകയാണ്. ഈ എല്ലാ ഫയലും കോപ്പി ചെയ്തിട്ട് ആദ്യത്തെ പാർട്ടീഷൻ, അതായത് ഈ ലോക്കൽ ഡ്രൈവ്, അതായത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത 10 GB എന്നുള്ള പാർട്ടീഷനേക്ക് കോപ്പി ചെയ്യാം. ഇത് UEFI മോഡിലുള്ള, ഈ വിൻഡോസ് നമുക്ക് UEFIയിലും MBR മോഡിലും, അതായത് നമ്മൾ സാധാരണ പഴയ മോഡിലുള്ള സിസ്റ്റംസ് UEFI അല്ലാതെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ വിൻഡോസ് ഇൻസ്റ്റാൾ ആവും. പക്ഷേ നമ്മൾ അടുത്ത പാർട്ടീഷനിൽ കോപ്പി ചെയ്യുന്നപ്പോൾ ലിനക്സ് കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലിനക്സ് UEFI മോഡിൽ മാത്രമാണ് ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആക്റ്റീവ് പാർട്ടീഷൻ വിൻഡോസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കിത് കോപ്പി ആവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് കോപ്പി ചെയ്യാം. അപ്പോൾ ഇത് കോപ്പി ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിൻഡോസിൻ്റെ ഫയൽസ് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിനക്സിൻ്റെ കൂടെ കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് ബൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ലിനക്സിൻ്റെ ഫയൽ നമുക്ക് കോപ്പി ചെയ്യാം. Ctrl+A അടിച്ചു, കോപ്പി. ഇനി നമുക്ക് ഇത് നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത പാർട്ടീഷൻ, അതായത് ബാലൻസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇന്നും കൂടെ കോപ്പി ചെയ്ത് കഴിയട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലിനക്സും കോപ്പി ആയി കഴിഞ്ഞു. നമുക്കിനി ബൂട്ട് ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ബൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ഡുവൽ ബൂട്ടബിൾ പെൻ ഡ്രൈവ് ബൂട്ട് ചെയ്യണമെന്ന് അറിയാനായിട്ട്. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബൂട്ട് മെനു എടുക്കാം. ഇവിടെ ഓക്കെ, അപ്പോൾ നമ്മൾ പെൻ ഡ്രൈവ് കണ്ടില്ലേ, 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു പെൻ ഡ്രൈവ് കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ UEFI മോഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ വിൻഡോസിൻ്റെ ഇൻസ്റ്റലേഷനാണ്. നമുക്ക് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കാം. 32 ബിറ്റ് ഞാൻ കോപ്പി ചെയ്തിട്ടില്ല, അപ്പോൾ 64 ബിറ്റ് നമുക്ക് ബൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ബൂട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കൂടി ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഓക്കെ, ബൂട്ട് മെനു എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ബൂട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ലിനക്സും ബൂട്ടായിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ലൈവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ ലിനക്സും വിൻഡോസും കൂടി ഒരു പെൻഡ്രൈവിൽ തന്നെ കൊണ്ടു നടക്കാനായിട്ട്. ചിലവരെ കണ്ടിട്ടുണ്ട്, അതായത് ഓരോ പ്രാവശ്യം നമ്മൾ ഒരു പെൻഡ്രൈവ് ഉള്ളതെങ്കിൽ ഓരോ പ്രാവശ്യം വിൻഡോസിന് വേണ്ടി ഫോർമാറ്റ് ചെയ്യും, ലിനക്സിന് വേണ്ടി ഫോർമാറ്റ് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.